തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 48 ഏക്കർ ഭൂമിയിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിരുന്ന സമയത്ത് അവർ ഒരു ചവറ് ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. ആ ചവറ് ഫാക്ടറി ഈ വെളപ്പിൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെ ജനങ്ങൾക്കും മാരക രോഗങ്ങളും മാറാരോഗങ്ങളും നൽകുകയുണ്ടായി. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. ശ്രീമാൻ വി രാജേഷ് മേയറായി ചുമതലയേറ്റെടുത്തു. അതിനുശേഷം വെളപ്പിൽ പഞ്ചായത്തിലും ശ്രീമതി സൗമ്യയുടെയും CS അനിലിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വന്നു. അതിനുശേഷമാണ് ഈ സന്ദർശനമുണ്ടായത്. സന്ദർശനത്തിൽ ആവശ്യപ്പെട്ടത് ഈ 48 ഏക്കർ ഭൂമിയിൽ ഒരു നിശ്ചയ സ്ഥലം വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് നൽകുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കളിസ്ഥലം ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം നാടിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീ ചെമ്പഴന്തി ഉദയൻ, അതോടൊപ്പം തന്നെ കരമന അജിത്ത്, ശ്രീ MR ഗോപൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീം ഇവിടെ വന്ന് ഈ സ്ഥലവും സന്ദർശിച്ചതും വിവിധ വികസന പദ്ധതികൾക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ച സജീവമായിട്ട് ഉയർന്നു വരികയാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള സ്ഥലം നാടിന് പ്രയോജനം ചെയ്യുന്ന നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്കുൾപ്പെടെ ഗുണം ചെയ്യുന്ന തരത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ മറുപടി അറിയിക്കും. അത് വെളപ്പിൽ പഞ്ചായത്തിലെയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെയും വികസനത്തിന് ആക്കം കൂട്ടും കായിക പ്രേമികളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും കായിക പ്രേമികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം പണിയാനാണ് ഇവർ നിവേദനം നൽകിയത്. അപ്പോൾ ഇതിനോട് അന്ന് ബഹുമാന്യനായ മേയർ ഈ നിവേദനം വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേവലം നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിനും മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിനും അവിടെ കായിക പ്രേമികൾക്ക് ഗുണകരമാകുന്ന പ്രയോജനകരമാകുന്ന ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നുള്ള ഒരു സങ്കല്പത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി അവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥലം സന്ദർശിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. പ്രോജക്റ്റുകളെക്കുറിച്ചും ചർച്ച വന്നിട്ടുണ്ട്. എന്തായാലും സ്ഥലം ഇങ്ങനെ വെറുതെ വർഷങ്ങളായി കിടക്കുകയാണല്ലോ, അത് നാടിനെ പ്രയോജനപ്പെടണം. പ്രത്യേകിച്ചും കോർപ്പറേഷൻ്റെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇന്ന് സ്ഥലം കണ്ടു. ഇനി ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പരിഗണനയ്ക്ക് വരണം. അതിനുശേഷം കൗൺസിലിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ട് സംസാരിക്കണം. സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ എല്ലാ സാധ്യതകളും വിലയിരുത്തും. ഇവർ പറഞ്ഞ ഘടകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ചില നിർദ്ദേശങ്ങളാണ് സൗമ്യയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി മുൻപോട്ട് വച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഘടകങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം കളക്ടറുമായിട്ട് സംസാരിക്കണം. അതിനൊക്കെ ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. എന്തായാലും നാടിന് പോസിറ്റീവായിട്ട് വരുന്ന തരത്തിലാണ് കോർപ്പറേഷനും പഞ്ചായത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ ഗുണം വരുന്ന തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോർപ്പറേഷൻ ഇത്രയും വലിയൊരു സ്ഥലത്ത് കോർപ്പറേഷൻ്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസന പദ്ധതി നടത്തുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്.
അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കോർപ്പറേഷൻ ആലോചിക്കും പ്രയോജനപ്പെടുത്തും. കാര്യങ്ങളൊക്കെ അറിയാമോ? 48 ഏക്കർ നീ എന്ത് പറയാൻ ചെയ്യാൻ പോയി? തീരുമാനമെടുക്കാൻ പോയി, പെട്ടെന്ന് പറയാം. നേരെ തടനാണ് വന്നത്. എന്താണ് അത് പറഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട്. ആൻറ്റി അതല്ലല്ലോ ചോദിച്ചത്, വേറെ സാധനമല്ലോ ചോദിച്ചത്. ഏത് പ്രോജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത്, ഏത് പ്രോജക്റ്റ് വന്നാലാണ് നാടിന് ഏറ്റവും ഗുണം, ജനങ്ങൾക്ക് ഏറ്റവും ഗുണം എന്നുള്ളതിലാണ് നമ്മൾ ആദ്യം ആ ഒരു വിലയിരുത്തലിലാണ് എത്തിച്ചേരേണ്ടത്. ആ വിലയിരുത്തൽ എത്തിച്ചേർന്നതിന് ശേഷം അടുത്ത ഘട്ടങ്ങൾ പരിശോധിക്കും. അവന്റെ ഇഷ്ടാനുസരിച്ച് നമ്മൾ കോർപ്പറേഷൻ ചെയ്യാം. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ സ്ഥലം ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ സമയവും ഊർജ്ജവും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. മാലിന്യ പ്രശ്നം വലിയ പ്രശ്നമായിരുന്നു. ഈ ഫാക്ടറി അടച്ചുപൂട്ടിയ ശേഷം ഇത്തരത്തിൽ ഈ യന്ത്രക സാമഗ്രികളെല്ലാം നശിച്ചു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഈ മുൻ ഭരണസമിതി ഈ യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു നശിച്ചു പോയിരിക്കാനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടാക്കിയെടുത്തില്ല. അതെല്ലാം നശിച്ചു പോയ അവസ്ഥയായിരുന്നു ഈ കൂട്ടിയതിനു ശേഷം. അത് എഞ്ചിനീയറിംഗ് സെക്ഷനായിട്ട് സംസാരിച്ചിട്ട് അതിൽ എക്സ്പെർട്ടുകൾ അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നമ്മുടെ ഈ ഭാഗത്ത് ഏത് ഏരിയയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ എടുക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് പദ്ധതിയാണ് ഇതിന് ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളും ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യണം. ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇത് ആദ്യം ചർച്ച ചെയ്യണം. അതിനുശേഷം ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണെന്ന് ആലോചിച്ചിട്ട് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരണം. കൗൺസിൽ ചർച്ച ചെയ്യണം. കൗൺസിൽ അംഗങ്ങളുടെ അഭിപ്രായം എടുക്കണം. എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഭരണപരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഘടകങ്ങൾ ചർച്ച ചെയ്യണം. സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ പറ്റുള്ളൂ. ഓക്കെ.